ഓൺലൈൻ ഇടപാടുകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. എന്നാൽ ഇതിനൊപ്പം സൈബർ തട്ടിപ്പുകളും വർദ്ധിച്ചുവരികയാണ്. പലപ്പോഴും നമ്മുടെ അക്കൗണ്ടുകൾ സുരക്ഷിതമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ ചില സാധാരണ തെറ്റിദ്ധാരണകൾ കാരണം നിങ്ങൾക്ക് വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിക്കാം. ഓരോ വർഷവും ലക്ഷക്കണക്കിന് രൂപയാണ് ആളുകൾക്ക് ഇങ്ങനെ നഷ്ടപ്പെടുന്നത്. നിങ്ങളുടെ കമ്പ്യൂട്ടറിലെയും ഫോണിലെയും വിവരങ്ങൾ ഹാക്കർമാർക്ക് എളുപ്പത്തിൽ കിട്ടാം. ഇന്ന് നമ്മൾ ഈ നഷ്ടങ്ങൾ എങ്ങനെ ഒഴിവാക്കാമെന്ന് നോക്കുന്നു. ഈ വീഡിയോയിൽ നിങ്ങളുടെ ഓൺലൈൻ അക്കൗണ്ടുകൾ സുരക്ഷിതമാക്കാൻ സഹായിക്കുന്ന 2-ഫാക്ടർ ഓതന്റിക്കേഷൻ അഥവാ 2FA കുറിച്ചുള്ള 3 പ്രധാന മിഥ്യാധാരണകൾ നമ്മൾ പൊളിച്ചെഴുതും. ഏത് 2FA രീതിയാണ് ഏറ്റവും സുരക്ഷിതമെന്നും ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമെന്നും നിങ്ങൾക്കിവിടെ നിന്ന് മനസ്സിലാക്കാം. ഹാക്കർമാരിൽ നിന്ന് നിങ്ങളുടെ പണം എങ്ങനെ സംരക്ഷിക്കാമെന്നും ഞങ്ങൾ വിശദീകരിക്കും. ഒപ്പം നിങ്ങളുടെ ഡിജിറ്റൽ ജീവിതം കൂടുതൽ സുരക്ഷിതമാക്കാനുള്ള 3 ലളിതമായ വഴികളും ഈ വീഡിയോയിൽ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. ഒന്നാമത്തെ മിഥ്യാധാരണ ഇതാണ്: SMS വഴി ലഭിക്കുന്ന OTP ഏറ്റവും സുരക്ഷിതമാണ്. മിക്ക ആളുകളും അവരുടെ ഓൺലൈൻ അക്കൗണ്ടുകൾക്ക് സുരക്ഷയൊരുക്കാൻ SMS വഴിയുള്ള ഒറ്റത്തവണ പാസ്വേഡുകളെയാണ് ആശ്രയിക്കുന്നത്. മൊബൈൽ ഫോണിലേക്ക് നേരിട്ട് കോഡ് വരുന്നതുകൊണ്ട് ഇത് പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് അവർ വിശ്വസിക്കുന്നു. എന്നാൽ ഇത് തെറ്റാണ്. SMS അധിഷ്ഠിത 2FA സിം സ്വാപ്പിംഗ് എന്ന തട്ടിപ്പിന് എളുപ്പത്തിലിരയാകാൻ സാധ്യതയുണ്ട്. ഹാക്കർമാർക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഒരു വ്യാജ സിമ്മിലേക്ക് മാറ്റാൻ കഴിയും. ഇത് സാധാരണയായി നിങ്ങളുടെ ടെലികോം ഓപ്പറേറ്ററെ തെറ്റിദ്ധരിപ്പിച്ചാണ് ചെയ്യുന്നത്. അവർക്ക് നിങ്ങളുടെ നമ്പറിലേക്ക് വരുന്ന എല്ലാ OTPകളും അങ്ങനെ ലഭിക്കും. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ, ഡിജിറ്റൽ വാലറ്റുകൾ, മറ്റ് പ്രധാന അക്കൗണ്ടുകൾ എന്നിവയെല്ലാം ഇങ്ങനെ ഭീഷണിയിലാകും. 2023 നടന്ന ഒരു സിം സ്വാപ്പ് തട്ടിപ്പിൽ തട്ടിപ്പുകാർക്ക് ഏകദേശം 12 ലക്ഷം രൂപ തട്ടിയെടുക്കാൻ സാധിച്ചു. 2024 ജനുവരി മുതൽ മാർച്ച് വരെ മാത്രം ഇന്ത്യയിൽ 1.5 ലക്ഷത്തിലധികം സൈബർ തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ വലിയൊരു ഭാഗം OTP ദുരുപയോഗം വഴിയുള്ളതാണ്. അതിനാൽ SMS OTP സുരക്ഷിതമാണെന്ന ധാരണ ഒഴിവാക്കുക. ഓതന്റിക്കേറ്റർ ആപ്പുകൾ അല്ലെങ്കിൽ ഹാർഡ്വെയർ സെക്യൂരിറ്റി കീകൾ എന്നിവ SMS OTPയേക്കാൾ വളരെ ഉയർന്ന സുരക്ഷ നൽകുന്നുണ്ട്. രണ്ടാമത്തെ മിഥ്യാധാരണ ഇതാണ്: വളരെ ശക്തമായ പാസ്വേഡ് ഉപയോഗിച്ചാൽ 2FAയുടെ ആവശ്യമില്ല. പലരും കരുതുന്നത് അക്ഷരങ്ങളും അക്കങ്ങളും ചിഹ്നങ്ങളും ചേർത്ത നീണ്ടതും സങ്കീർണവുമായ പാസ്വേഡുകൾ മാത്രം മതി തങ്ങളുടെ അക്കൗണ്ടുകൾക്ക് പൂർണ്ണ സുരക്ഷ നൽകാനെന്നാണ്. എന്നാൽ ഇത് പൂർണ്ണമായും ശരിയല്ല. എത്ര ശക്തമായ പാസ്വേഡ് ആണെങ്കിലും അത് ഡാറ്റ ചോർച്ചയിലൂടെയോ അല്ലെങ്കിൽ ഫിഷിംഗ് ആക്രമണങ്ങളിലൂടെയോ ഹാക്കർമാരുടെ കൈകളിലെത്താൻ സാധ്യതയുണ്ട്. ഒരു വെബ്സൈറ്റിൽ നിന്ന് ഡാറ്റ ചോരുമ്പോൾ നിങ്ങളുടെ പാസ്വേഡ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്താകാം. ഫിഷിംഗ് ആക്രമണങ്ങളിലൂടെ വ്യാജ വെബ്സൈറ്റുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ പാസ്വേഡ് ചോർത്താനും ഹാക്കർമാർക്ക് സാധിക്കും. ഇവിടെയാണ് 2FA അഥവാ 2-ഫാക്ടർ ഓതന്റിക്കേഷൻ ഒരു അധിക സുരക്ഷാ പാളിയായി മാറുന്നത്. നിങ്ങളുടെ പാസ്വേഡ് ചോർന്നുപോയാൽ പോലും രണ്ടാമത്തെ ഘടകം, അതായത് നിങ്ങളുടെ ഫോൺ അല്ലെങ്കിൽ ഒരു സുരക്ഷാ കീ ഇല്ലാതെ ഹാക്കർക്ക് അക്കൗണ്ടിൽ പ്രവേശിക്കാൻ കഴിയില്ല. 2023 IBM റിപ്പോർട്ട് അനുസരിച്ചൊരു ഡാറ്റ ചോർച്ചയുടെ ആഗോള ശരാശരി ചെലവ് ഏകദേശം $4 ദശലക്ഷം വരും. വ്യക്തിഗത തലത്തിൽ പാസ്വേഡുകൾ മാത്രം ആശ്രയിക്കുമ്പോൾ ഉണ്ടാകുന്ന അക്കൗണ്ട് ഹാക്കിംഗ്, ഐഡന്റിറ്റി മോഷണം, സാമ്പത്തിക തട്ടിപ്പുകൾ എന്നിവ കാരണം വലിയ നഷ്ടങ്ങൾ സംഭവിക്കാം. 2FA ഇല്ലാത്ത അക്കൗണ്ടുകൾക്ക് ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത 99.9% കൂടുതലാണെന്ന് ഒരു പഠനം വ്യക്തമാക്കുന്നു. അതിനാൽ ശക്തമായ പാസ്വേഡിനൊപ്പം 2FA കൂടി ഉപയോഗിക്കുന്നത് നിങ്ങളുടെ അക്കൗണ്ടുകൾക്ക് ഇരട്ട സുരക്ഷ നൽകും. മൂന്നാമത്തെ മിഥ്യാധാരണ ഇതാണ്: 2FA ഉപയോഗിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, സമയം പാഴാക്കും. ഓരോ തവണ ലോഗിൻ ചെയ്യുമ്പോഴും 2FA കോഡ് നൽകുന്നത് അമിതമായി സമയമെടുക്കുന്നതും അസൗകര്യവുമാണെന്ന് പല ഉപയോക്താക്കളും കരുതുന്നു. അതുകൊണ്ടാണ് പലരും ഇത് ഒഴിവാക്കുന്നത്. എന്നാൽ ഇത് ശരിയായ ധാരണയല്ല. SMS OTPകൾക്ക് ചിലപ്പോൾ കാലതാമസം നേരിട്ടേക്കാം എന്നത് സത്യമാണ്. എന്നാൽ ഗൂഗിൾ ഓതന്റിക്കേറ്റർ, മൈക്രോസോഫ്റ്റ് ഓതന്റിക്കേറ്റർ അല്ലെങ്കിൽ ഓതി പോലുള്ള ആപ്പുകൾ ഇന്റർനെറ്റ് ഇല്ലാതെ പോലും തൽക്ഷണ കോഡുകൾ സൃഷ്ടിക്കുന്നു. ഇവ വളരെ വേഗത്തിൽ ലഭ്യമാണ്. YubiKey പോലുള്ള ഹാർഡ്വെയർ സെക്യൂരിറ്റി കീകൾ ഒരു ടച്ച് അല്ലെങ്കിൽ ടാപ്പ് ഉപയോഗിച്ച് നിമിഷങ്ങൾക്കകം ലോഗിൻ ചെയ്യാൻ സഹായിക്കുന്നു. ഈ രീതികൾ വളരെ ലളിതവും വേഗതയേറിയതുമാണ്. സുരക്ഷാ ക്രമീകരണങ്ങൾ അവഗണിക്കുന്നത് നിങ്ങളുടെ ഓൺലൈൻ അക്കൗണ്ടുകളെ ദുർബലമാക്കും. 2024 ഇന്റർനെറ്റിൽ ഏകദേശം 6.7 ബില്യൺ സൈബർ ആക്രമണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ പാസ്വേഡ് മോഷണവും അക്കൗണ്ട് ടേക്ക് ഓവറും വളരെ സാധാരണമാണ്. 2FA ഉപയോഗിക്കാത്തത് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു.
ഇത് സാമ്പത്തിക നഷ്ടം, വ്യക്തിഗത വിവരങ്ങൾ ചോർത്തൽ, ഓൺലൈൻ തട്ടിപ്പുകൾ എന്നിവയിലേക്ക് നയിച്ചേക്കാം. നിങ്ങളുടെ സുരക്ഷയ്ക്കായി കുറച്ച് സമയം ചെലവഴിക്കുന്നത് ഭാവിയിൽ ഉണ്ടാകാവുന്ന വലിയ സാമ്പത്തിക നഷ്ടങ്ങളും മാനസിക ബുദ്ധിമുട്ടുകളും ഒഴിവാക്കാൻ സഹായിക്കും. സുരക്ഷാ നടപടികൾ ഒരിക്കലും ഒരു ഭാരമല്ല, മറിച്ച് ഒരു നിക്ഷേപമാണ്. ഓൺലൈൻ ലോകം വളരെ സൗകര്യപ്രദമാണെങ്കിലും തട്ടിപ്പുകാർ എപ്പോഴും പുതിയ വഴികൾ തേടുന്നു. ഫിഷിംഗ് ആക്രമണങ്ങളാണ് ഏറ്റവും സാധാരണമായ ഒന്ന്. വ്യാജ ഇമെയിലുകളിലൂടെയോ വെബ്സൈറ്റുകളിലൂടെയോ നിങ്ങളുടെ ലോഗിൻ വിവരങ്ങൾ തട്ടിയെടുക്കാൻ അവർ ശ്രമിക്കും. സിം സ്വാപ്പിംഗ് തട്ടിപ്പുകൾ ഒരു വലിയ ഭീഷണിയാണ്. നിങ്ങളുടെ അറിവില്ലാതെ നിങ്ങളുടെ മൊബൈൽ നമ്പർ മറ്റൊരു സിമ്മിലേക്ക് മാറ്റുകയും അതുവഴി ഒടിപികൾ തട്ടിയെടുക്കുകയും ചെയ്യും. അജ്ഞാത നമ്പറുകളിൽ നിന്ന് വരുന്ന കോളുകൾ, സന്ദേശങ്ങൾ എന്നിവ വഴി ബാങ്ക് ഉദ്യോഗസ്ഥരോ സർക്കാർ ഏജന്റുമാരോ ആണെന്ന് നടിച്ച് നിങ്ങളുടെ വിവരങ്ങൾ ചോദിക്കാം. ഒരു കാരണവശാലും നിങ്ങളുടെ ഒടിപി, പാസ്വേഡ്, പിൻ നമ്പർ തുടങ്ങിയ രഹസ്യ വിവരങ്ങൾ ആരുമായും പങ്കുവെക്കരുത്. ബാങ്കുകളോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളോ ഇത്തരം വിവരങ്ങൾ ഒരിക്കലും ഫോണിലൂടെ ചോദിക്കില്ല. സംശയാസ്പദമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ അക്കൗണ്ടുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ എപ്പോഴും ജാഗ്രത പുലർത്തുക. സംശയം തോന്നിയാൽ ഉടൻ തന്നെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയോ കസ്റ്റമർ കെയർ നമ്പറിലൂടെയോ നേരിട്ട് ബന്ധപ്പെടുക. നിങ്ങളുടെ വിവരങ്ങൾ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ ഓൺലൈൻ അക്കൗണ്ടുകൾ കൂടുതൽ സുരക്ഷിതമാക്കാൻ സഹായിക്കുന്ന 3 പ്രധാന നുറുങ്ങുകൾ ഇതാ. ഈ ലളിതമായ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ ഒഴിവാക്കാം. നിങ്ങളുടെ ഡിജിറ്റൽ ജീവിതം കൂടുതൽ സുരക്ഷിതമാക്കാനും സ്വകാര്യത നിലനിർത്താനും ഇത് നിങ്ങളെ സഹായിക്കും. ഈ നുറുങ്ങുകൾ ശ്രദ്ധയോടെ പിന്തുടരാൻ ശ്രമിക്കുക. ഓർക്കുക, സുരക്ഷ എന്നത് ഒരു തുടർച്ചയായ പ്രക്രിയയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. നിങ്ങളുടെ ഓൺലൈൻ അക്കൗണ്ടുകൾ സുരക്ഷിതമാക്കാൻ ഈ വിവരങ്ങൾ നിങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ വീഡിയോ പങ്കുവയ്ക്കുക. അവർക്കും ഈ വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും പുതിയ വീഡിയോകൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങൾ മറുപടി നൽകുന്നതാണ്.